മെറ്റാ ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് പലരും കാണിക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ബജറ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. ബജറ്റ് കൺഫ്യൂഷൻ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. CBO ആൻഡ് ABO. CBO മീൻസ് ക്യാമ്പയിൻ ബജറ്റ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ABO മീൻസ് ആഡ് സെറ്റ് ബജറ്റ് ഒപ്റ്റിമൈസേഷൻ. സോ ഇന്നത്തെ നമ്മുടെ മെറ്റാ ആഡ്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ബജറ്റ് സ്ട്രാറ്റജി എന്നൊരു ഓപ്ഷനാണ് ഇപ്പം നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ ഓൾറെഡി ആഡ് റൺ ചെയ്യുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. സോ ABO ആൻഡ് CBO ഇതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം? അതായത് നിങ്ങൾ ബജറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പയിൻ്റെ റിസൾട്ട് എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. പ്രോപ്പർ ബജറ്റ് ഒപ്റ്റിമൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ്സ് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബജറ്റ് വെറുതെ വേസ്റ്റ് ആയി കളയും. അതായത് ചുമ്മാ നമ്മൾ കത്തിച്ച് കളയുന്ന പോലെ ആയിപ്പോവും. അപ്പം എങ്ങനെയാണ് ഒരു ABO ആൻഡ് CBO ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ ബജറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ അതായത് മെറ്റാ ആഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. ഇതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്. 3 ലെവൽസ് ആണുള്ളത്. ഒന്ന് ക്യാമ്പയിൻ ലെവൽ, ഒന്ന് ആഡ് സെറ്റ് ലെവൽ ആൻഡ് നെക്സ്റ്റ് വൺ ആഡ് ലെവൽ. ഈ മൂന്നിനും അതിൻ്റേതായ പർപ്പസ് ഉണ്ട്. ആൻഡ് നമ്മൾ നോക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ക്യാമ്പയിൻ ലെവലും ആഡ് സെറ്റ് ലെവലുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവിടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവുന്നത്. ക്യാമ്പയിൻ ലെവലിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. മെറ്റാ ആഡ്സിൽ പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അവയർനെസ് ക്യാമ്പയിൻ മുതൽ സെയിൽസ് ക്യാമ്പയിൻ വരെ അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ആഡ് സെറ്റ് ലെവലിലാണെങ്കിൽ നമ്മൾ വേറെയും കുറച്ച് കോൺഫിഗറേഷൻ ചെയ്യാനുണ്ട്. അതായത് ഓഡിയൻസിന് സെറ്റ് ചെയ്യണം. ഓഡിയൻസ് നമുക്ക് ലൊക്കേഷൻ വരും, ഏജ്, ജെൻഡർ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആൻഡ് പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് കൺവേർഷൻ ലൊക്കേഷൻ, പെർഫോമൻസ് ഗോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആഡ് സെറ്റിൽ ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ ബജറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാമ്പയിൻ ലെവലും ബജറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ആഡ് സെറ്റ് ലെവലിൽ നമുക്ക് ബജറ്റ് ഉള്ളത്. സോ ഈ ബജറ്റുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് വലിയ ഫ്ലക്ച്വേഷൻസും അല്ലെങ്കിൽ വലിയ ചേഞ്ചും വരുന്നത് കാണാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ABO ആണ്. എന്താണ് ABO നമുക്ക് നോക്കാം. സോ ABO നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ഇവിടെ ഒരു 3 ഓഡിയൻസിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഓഡിയൻസ് 1 എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. ആൻഡ് തേർഡ് 1 എന്ന് പറയുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. സോ നമ്മൾ ഓരോ ആഡ് സെറ്റിലും നമ്മൾ ഓരോ ഓഡിയൻസിനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആൻഡ് റെസ്പെക്റ്റീവായിട്ട് ഓരോന്നും നമ്മൾ 500 rupees ഈച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ബജറ്റും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ബജറ്റ് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക, സ്റ്റുഡൻറ്റിന് 500 rupees സ്പെൻഡ് ആവുന്നു. ആൻഡ് അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിന് 500 rupees സ്പെൻഡ് ആവുന്നു. ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസിന് 500 rupees സ്പെൻഡ് ആവുന്നു. ടോട്ടൽ 1500 രൂപയാണ് നമ്മൾ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആഡ് സെറ്റിലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമ്പയിൻ വർക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിക്കോട്ടെ, ഇനി മോശം റിസൾട്ട് ആണെങ്കിൽ പോലും ഈ 500 rupees മസ്റ്റായിട്ട് സ്പെൻഡ് ആയിരിക്കും. സോ ABO എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഓരോ ആഡ് സെറ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബജറ്റ് കൊടുക്കുന്നു. ആൻഡ് ടോട്ടലി ഒരു സിംഗിൾ ഡേയിൽ നിങ്ങൾ ഡെയിലി ബജറ്റാണ് കൊടുക്കുന്നതെങ്കിൽ സിംഗിൾ ഡേയിൽ ടോട്ടലി 1500 രൂപയ്ക്ക് ഇവിടെ സ്പെൻഡ് ആവുന്നുണ്ടാവാം. ഇതാണ് ഈ പറഞ്ഞ ABOയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബജറ്റ് കംപ്ലീറ്റ്ലി സ്പെൻഡ് ആവുന്നത് ആ കൊടുത്തിരിക്കുന്ന എമൗണ്ട് മാത്രമായിരിക്കും. അതിൽ കൂടുതലോ കുറവോ സ്പെൻഡ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. മാക്സിമം ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. റിസൾട്ട് മോശമാണെങ്കിലും ഇനിയിപ്പോൾ നല്ലതാണെങ്കിലും. ആൻഡ് ഇവിടെ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങൾക്ക് സ്വന്തമായി മാനുവലി നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വന്തം അല്ലെങ്കിൽ ഓൺ സ്ട്രാറ്റജി ആയിരിക്കും ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ടാവുക. ആൻഡ് വി കം ടു CBOയിലേക്ക് ഒരു സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്യാമ്പയിൻ ലെവലാണ് ബജറ്റ് കൊടുക്കുന്നത്. നേരത്തെ ABOയിൽ നമ്മൾ പറയേണ്ടായിരുന്നത് ആഡ് സെറ്റ് ലെവലാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ക്യാമ്പയിൻ ലെവലിലേക്ക് വരാണ്. ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ ഒരു ഡെയിലി ബജറ്റോ അല്ലെങ്കിൽ ലൈഫ് ടൈം ബജറ്റോ രീതിയിൽ 1500 രൂപ കൊടുക്കുന്നു. ആൻഡ് സെയിം നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഓഡിയൻസ് സെയിം ആയിട്ട് യൂസ് ചെയ്യാണ്. മൾട്ടിപ്പിൾ ആഡ് സെറ്റ് എന്ന രീതിയിൽ സ്റ്റുഡൻസ് ആൻഡ് ബിസിനസ് ഓണേഴ്സ് ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ് 3 ഓഡിയൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഇവിടെയുള്ള ബജറ്റ് സ്പെൻഡിങ്, ഓക്കെ, കംപ്ലീറ്റ് ബജറ്റ് സ്പെൻഡിങ് അല്ലെങ്കിൽ കൺട്രോൾ മൊത്തമായിട്ട് തീരുമാനിക്കുന്നത് മെറ്റ ആയിരിക്കും. ഓക്കെ, അതനുസരിച്ച് കൊണ്ട് ഇവിടെ സ്പെൻഡ് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാണുന്ന പോലെ 200 rupees, 950 ആൻഡ് 350 ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഈ സ്പെൻഡ് വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പയിൻ്റെ പെർഫോമൻസ് പോലെയാണ്. ക്യാമ്പയിൻ മീൻസ് നമ്മുടെ ഓരോ ആഡ് സെറ്റിലും പെർഫോം ചെയ്യുന്ന ആഡ് സെറ്റിൻ്റെ പെർഫോമൻസ് പോലെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ആഡ് സെറ്റിന് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് മോശമായിട്ടുള്ള ആഡ് സെറ്റിന് കുറച്ച് എമൗണ്ടേ മെറ്റ് സ്പെൻഡ് ചെയ്യുള്ളൂ. എന്തായാലും എല്ലാ ആഡ് സെറ്റിലും സ്പെൻഡ് നടക്കുന്നുണ്ടാവും, ബട്ട് റിസൾട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ മാനുവൽ സ്ട്രാറ്റജി ഇല്ല, കംപ്ലീറ്റ്ലി മെറ്റയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്തിട്ട് ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ബഡ്ജറ്റ് സ്ട്രാറ്റജി എന്ന് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് 2 ടൈപ്പ് ബഡ്ജറ്റ് കാണാൻ വേണ്ടി പറ്റും, ക്യാമ്പയിൻ ബഡ്ജറ്റ് ആൻഡ് ആഡ് സെറ്റ് ബഡ്ജറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള CBO ആൻഡ് ABO.
ആൻഡ് CPO-യിലേക്ക് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബജറ്റ് നമ്മൾ ഈ ഒരു ലെവൽ തന്നെ കൊടുക്കുന്നുണ്ടാവുക. കാണാൻ വേണ്ടി പറ്റും ഡെയിലി ബജറ്റ് എന്ന് കാണാം, അതുപോലെ തന്നെ ലൈഫ് ടൈം ബജറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ വേറെ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. സോ നിങ്ങൾക്ക് ഡെയിലി ബജറ്റും ആൻഡ് ലൈഫ് ടൈം ബജറ്റ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ ഞാൻ ഡെയിലി ബജറ്റ് കൊടുക്കുന്നു. ആൻഡ് ഇവിടെ ഒരു എമൗണ്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1500 ആണ് കൊടുക്കുന്നത് വിചാരിക്കാം. സോ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആഡ് സെറ്റ് ആണ് ക്രിയേറ്റ് ആക്കേണ്ടത്. സോ ആഡ് സെറ്റ് ലെവലിൽ വന്ന് നമ്മൾ മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ക്രിയേറ്റ് ആക്കുന്നു. ആൻഡ് അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് തരുന്നു. ഇതാണ് ആക്ച്വലി ക്യാമ്പയിൻ ബജറ്റിൽ സംഭവിക്കുന്നത്. ആൻഡ് അതേസമയം നിങ്ങൾ ആഡ് സെറ്റ് ബജറ്റ് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾ ബജറ്റ് കൊടുക്കുന്നത് ക്യാമ്പയിൻ ലെവലിലായിരിക്കില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് സെറ്റ് ലെവലിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നേരെ ബജറ്റിലേക്ക് വരുന്നു. ആൻഡ് സിംഗിളി ഓരോ ആഡ്സിനും നമ്മൾ സെപ്പറേറ്റ് ബജറ്റ് കൊടുക്കുകയാണ്. ആൻഡ് അഗൈൻ ഇവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഡെയിലി ബജറ്റ് ഉണ്ട്, ലൈഫ് ടൈം ബജറ്റ് ഉണ്ട്. സോ ഡെയിലി ബജറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 500 രൂപ എന്ത് ചെയ്യാണ് ഇവിടെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ആൻഡ് മാനുവൽ സ്ട്രാറ്റജി അവിടെ വർക്ക് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈസിലി നിങ്ങൾക്ക് ക്യാമ്പയിൻ ബജറ്റും അതുപോലെ തന്നെ ആഡ് സെറ്റ് ബജറ്റും ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് എക്സ്ട്രാ ഒരു ആഡ് ഓൺ ടിപ്പും കൂടെ പറഞ്ഞു തരാണ്. നിങ്ങൾ ആഡ് സെറ്റ് ബജറ്റ് കൊടുക്കുകയാണെങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് ഷെയർ സം ഓഫ് യുവർ ബജറ്റ് വിത്ത് യുവർ ഒതർ ആഡ് സെറ്റ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ചെയ്താൽ പോലും, അതായത് ക്യാമ്പയിൻ ബജറ്റ് ചെയ്താൽ പോലും മെറ്റിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടെ തന്നിരിക്കുകയാണ്. ആഡ് സെറ്റിൽ മാനുവൽ സ്ട്രാറ്റജി പോകുന്ന സമയത്ത് പോലും we will share up to 20% of your ad set budget with other ad set within the campaign when it's likely to improve performance. അതായത് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ നിങ്ങൾ ക്യാമ്പയിൻ കുറച്ച് പെർഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 500 ആണ് കൊടുത്തതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ 500 20% കൂടെ എമൗണ്ട് എക്സ്ട്രാ സ്പെൻഡ് ആവുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടിൽ ഒരു ഫ്ലക്ച്വേഷൻ കിട്ടി, റിസൾട്ട് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് എഫക്റ്റീവ് ആവാറുണ്ട്, ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടും ബാധിക്കാറുണ്ട്. സോ നിങ്ങളത് നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ വരുന്നത്. സോ ഈ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം CPO ആൻഡ് ABO എങ്ങനെയാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബജറ്റ് സ്പെൻഡ്, അതായത് ബജറ്റ് സ്പെൻഡ് സെപ്പറേറ്റ് ആയിരിക്കും ABOയുടെ കേസ് നോക്കുകയാണെങ്കിൽ. ABO ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ABO നോക്കുകയാണെങ്കിൽ ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും മാനുവലി. ആൻഡ് നിങ്ങൾക്ക് വിന്നിംഗ് ആയിട്ടുള്ള ഓഡിയൻസിനെ കണ്ടുപിടിച്ചാൽ പോലും അത് സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് എമൗണ്ട് ഇൻക്രീസ് ആക്കിയിട്ട് അത് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റാണ്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു ABO ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വി കം ടു CBOയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമ്പയിനിലേക്കുള്ള കൺട്രോൾ വളരെ കുറവായിരിക്കും. ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ആഡ് സെറ്റുകൾക്ക് മറ്റ് ഓട്ടോമാറ്റിക്കലി ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വിന്നിംഗ് ആയിട്ടുള്ള ഓഡിയൻസിന് കൂടുതൽ എമൗണ്ട് ലഭിക്കുന്നു. ആൻഡ് ഓൾസോ സ്കെയിലിങ്ങിന് വളരെ ഈസിയാണ്. അതായത് ക്യാമ്പയിനുകൾ സ്കെയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിരിക്കും. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ലാർജ് ക്യാമ്പയിനുകൾ, നിങ്ങൾ വലിയ ക്യാമ്പയിനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് CBO തന്നെയാണ്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, പലരും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ABO എപ്പോൾ യൂസ് ചെയ്യണം, CBO എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബജറ്റ് വളരെ ചെറുതാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ABOയിലോട്ട് മാത്രം പോയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഡിയൻസിനെ കമ്പയർ ചെയ്യണം, ക്രിയേറ്റീവിനെ കമ്പയർ ചെയ്യണം, ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ABO തന്നെ യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് ലുക്ക് ലൈക്ക് ഓഡിയൻസ് നിങ്ങൾ ക്രിയേറ്റ് ആക്കി അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പെർഫെക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ABO ആണ്. അതായത് നിങ്ങളുടെ ക്യാമ്പയിൻ നിങ്ങൾ പരീക്ഷണം അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യാണ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ABO ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ മാനുവൽ സ്ട്രാറ്റജിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ വെൻ വി കം ടു CBOയിലേക്ക് വരികയാണെങ്കിൽ CBO ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. ഓക്കെ, ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാമ്പയിൻ സ്കെയിലപ്പ് ചെയ്യണം. അതായത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, CBO മാത്രം ചൂസ് ചെയ്യാം. ABO നിങ്ങൾക്ക് അതിന് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ബജറ്റ് എന്ന് പറയുന്നത്. CBOയുടെ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനഫ് ബജറ്റ് ഉണ്ട്, ഡെയിലി സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യം ബജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ CBO മാത്രം ചൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ മെറ്റ അൽഗോരിതം തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെറ്റ അൽഗോരിതം നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ CBO. കാരണം അവിടെ AI അല്ലെങ്കിൽ മെറ്റയുടെ കൺട്രോൾ എന്താണ് വളരെയധികം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഇതാണ് ആ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ABO ആൻഡ് CBO ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് വി കം ടു ദ കൺക്ലൂഷൻ. നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെങ്കിൽ ഇത് എവിടേക്ക് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. സോ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ABO യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, അതായത് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി എന്താണ് നമ്മുടെ മാനുവൽ സ്ട്രാറ്റജിയിൽ ടെസ്റ്റിംഗ് പാർട്ടിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ABO. ആൻഡ് നിങ്ങൾ സ്കെയിലിംഗ് ലെവലിലേക്ക് പോകണമെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും
CBO യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ആദ്യമായിട്ടൊരു ക്യാമ്പയിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ABOയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ABOയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല വിന്നിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഒരു ക്യാമ്പയിൻസ് കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം, അതായത് ഓഡിയൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അത് നിങ്ങൾ CBOയിലായിട്ട് മാറ്റിയിട്ട് സ്കെയിലിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാനാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങോട്ടേക്ക് പോകണം? CBOയിലേക്ക് പോകണം. ആൻഡ് നിങ്ങൾ ഓഡിയൻസിനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിലെ ഒരു വിന്നിംഗ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ABO യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മോർ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക.